ഒരു ചേമ്പ് നട്ടതാണ്, ചെറുചേമ്പ്. വളരെ നന്നായിട്ടൊക്കെ വളർന്നു വന്നു. ഒരുപാട് ചെനപ്പുകളായിട്ട് നല്ല രീതിയിലാണ് ചേമ്പ് വളർന്നത്. പക്ഷേ ഒരബദ്ധം പറ്റി. അബദ്ധമല്ല, എനിക്കൊരു പണി കിട്ടിയത്, ഇതിൻ്റെ അടുത്തൊരു മുരിങ്ങ നിൽപ്പുണ്ടായിരുന്നു. ആ മുരിങ്ങ ഒടിഞ്ഞു വീണ് ഒക്കെ ഒടിഞ്ഞു. ഇതിൻ്റെ തണ്ടുകളെല്ലാം ഒടിഞ്ഞു. ഇനിയിപ്പോൾ ഇത് നിന്നുകൊണ്ട് കാര്യമില്ല, ഇതിപ്പോൾ വാടിപ്പോകും. അപ്പോൾ അതൊന്ന് പറിച്ച് നോക്കാം. വിത്ത് ഉണ്ടാവുമെന്നറിയില്ല, എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വളർച്ച കണ്ടിട്ട് നന്നായിട്ട് വിത്ത് ഉണ്ടാവേണ്ടതാണ്. ഒന്ന് പറിച്ച് നോക്കാം. മുരിങ്ങ ഇവിടെ നിന്നതാണ്, കണ്ടോ? ഈ മുരിങ്ങ ഒടിഞ്ഞു വീണതാണ് കാറ്റത്ത്. നേരെ ചെന്നത് ചേമ്പിലേക്കാണ് വീണത്. വലിയ മുരിങ്ങയായിരുന്നു, ഇത് കണ്ടോ? ഇത്രയും വലിയ തടിയാണ്. അതൊക്കെ വീണ് എല്ലാം പോയി. ഇതുകൊണ്ട് ഞാൻ എന്തെല്ലാം കറി വച്ചിട്ടുണ്ടെന്നറിയാവോ? ഇതിൻ്റെ ഈ നല്ല കൂമ്പ് തണ്ടെടുത്തിട്ട് പച്ചടി വച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പുളിങ്കറി വച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. അത് രണ്ടും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല നന്നായിട്ട് തോരൻ വയ്ക്കാം, അതും തോരൻ വെച്ചു. അതിൻ്റെ വീഡിയോ ഇട്ടില്ല, തോരൻ വെച്ച് ഞങ്ങൾ കഴിച്ചു. ഏതായാലും ഇതൊന്ന് പറിച്ച് നോക്കാം. ഈ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയായാലും ഇതൊക്കെ ഇന്ന് പറിക്കേണ്ടി വരും. പെര പണിയാൻ പോകും, ഇതൊക്കെ പൊളിക്കണം. അപ്പോൾ നന്നായിട്ടുണ്ടാവുന്നതായിരുന്നു കേട്ടോ. നന്നായിട്ട് വിത്ത് ഉണ്ടാവേണ്ടതാണ്. ഒരു മാസം 1.5 മാസം കൊണ്ട് കഴിഞ്ഞ് ഇത് പറിച്ചാൽ നിറയെ വിത്തുണ്ടാകും. ഇപ്പോൾ ഇതിന് ഒട്ടും പ്രായം എത്തിയിട്ടില്ല പറിക്കേണ്ടത്, എന്നിട്ടാണ് ഇത്രയും വിത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മോശമല്ല, നന്നായിട്ടുണ്ടാവും. ഇതല്ല, ഇതിൻ്റെ അടി വേറെ കൂടെ ഉണ്ടെന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ കിടപ്പുണ്ട്, പൊട്ടി കിടപ്പുണ്ട്. വേറെ ഇല്ല, കണ്ട ഇത് കണ്ടാലറിയാം. ഇതിനൊട്ടും പ്രായമായിട്ടില്ല, അതേ നിറയെ കൂമ്പുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു 1.5-2 മാസം കഴിഞ്ഞ് പറിക്കുകയാണെങ്കിൽ നിറയെ വിത്തായിരിക്കും. ഏറ്റവും ലാഭമുള്ള കൃഷിയാണ് ചെറുചേമ്പ്. കാരണം ഇതിന് ചാണകപ്പൊടി, ചാരം മാത്രം മതി. ഇച്ചിരി കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം, കരിയില പൊതയിടാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ മൂപ്പ് എത്താത്ത ഈ ചേമ്പിൽ നിന്ന് ഒരു പ്രായം എത്തിയിട്ടില്ലാത്ത ഈ ചേമ്പിൽ നിന്ന് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇതൊക്കെ വലുതാവേണ്ടതാണ്. ഇത് മുഴുവൻ വലുതാവേണ്ടതെന്ന് മാത്രമല്ല, അതിവിടെ മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ വിത്താവേണ്ടതാണ്. ഇതൊക്കെ കണ്ടോ, എല്ലാ സ്ഥലത്തും അതെ വലിയ വിത്താവേണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ പോയി. എന്നാലും നമുക്ക് ഇത് തരുന്നുണ്ട്, നമുക്ക് വിശ്വാസം തരുന്നുണ്ട് നിറയെ ഉണ്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമില്ല, ഇഷ്ടപ്പെടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾ ചേമ്പ് കണ്ടതാണല്ലോ, അത്ര ചെറുതല്ലേ, എന്നിട്ട് ഇത്രയും ഉണ്ടായപ്പോൾ പിന്നെ നമുക്കിത് വിശ്വസിക്കാതെ പറ്റില്ല. അതുപോലെ പുതിയ അറിവുകൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിക്കാരൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ തട എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് തട എന്നാണ്. ഇതൊക്കെ വിത്തുകൾ. അപ്പോൾ ഈ തട നമുക്ക് എന്ത് ചെയ്യാം? പുളി ഒഴിച്ച് കറി വയ്ക്കുന്ന എന്ത് കറി വയ്ക്കാം, പുളി ഒഴിക്കണം. അത് ഇതിന് ചൊറിച്ചിൽ വരും തടയ്ക്ക്. വിത്തിനൊരു ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. വിത്ത് കൊണ്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കറി വയ്ക്കാം, പലതും ചെയ്യാം, പുഴുങ്ങി തിന്നാം, എല്ലാം ചെയ്യാം. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ് ഞാൻ ഈ നട്ടത്. അതിന് എനിക്ക് വിത്ത് കിട്ടിയിരുന്നില്ല. ഞാൻ അന്വേഷിച്ച് നടന്നെങ്കിൽ എനിക്ക് വിത്ത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് ചെറുചേമ്പ്, പച്ചക്കറി കടയിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ചെറുചേമ്പ്, അത് വാങ്ങിച്ച് നട്ടാൽ മതി. ഓക്കെ, വളവും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി.
അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.